ഓക്കെ, വെൽക്കം ബാക്ക്. ടോക്സിക് ട്രെയിലർ. ഒരുപാട് നാളായിട്ട് യാഷിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ വന്ന സിനിമയാണ് ഇപ്പം ടോക്സിക് എന്ന് പറഞ്ഞ ഈ സിനിമ. KGF എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ ഒരു വൈബാണ് യാഷിനെ നമുക്ക് മുന്നിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്. ആ ഒരു സമയത്താണ് ടോക്സിക് എന്ന് പറഞ്ഞ സിനിമയായിട്ട് ഗീതു മോഹൻദാസ്, നമ്മുടെ മലയാളി നായിക സംവിധായിക വരുന്നത്. ഗീതു മോഹൻദാസ് ഇപ്പോൾ എയറിലാണ്. കാരണം WCC ഇവിടുത്തെ അതിജീവിതയ്ക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരാളാണ് ഗീതു മോഹൻദാസ്. സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ഒരു മുൻഗണന കൊടുത്ത് പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ടീസറിനെ പറ്റി ആദ്യം പറഞ്ഞിട്ട് ഇവരുടെ വിഷയത്തിലേക്ക് പോകാം. ടീസർ പക്ക ഒരു ഇൻ്റർനാഷണൽ ഹോളിവുഡ് ഒരു എന്താ പറയുക, ഇപ്പം ഒരു പക്ക ഒരു ഗാങ്സ്റ്റർ ടൈപ്പ് ഒരു പടം എന്ന് വേണം പറയേണ്ട. മേക്കിങ്, വിഷ്വൽസ്, BGM എല്ലാം വേറെ ലെവലായിരുന്നു. അത് സമ്മതിച്ചെടുക്കേണ്ടത് തന്നെയാണ്. വേറെ ലെവല് മേക്കിങ് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. പക്ഷേ ഇത്രയും ഒരു അതിജീവിത അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദം WCC ഒക്കെ പറഞ്ഞവർ ഒരു സ്ത്രീനെ ഫോഹവസ്തുവായിട്ട് ഉപയോഗിക്കുന്നതിനകത്തൊരു സീക്വൻസും അതിന് പല ഡബിൾ മീനിങ് പോലുള്ള സിമ്പിൾസും ഒക്കെ കാണിച്ചുകൊണ്ട് ഇതെന്താണ് ചെയ്തു വച്ചേക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ ശാക്തീകരണം, സ്ത്രീ ശക്തിയൊക്കെ ഇപ്പോൾ എവിടെ പോയെന്നൊരു ചോദ്യം. പണ്ട് കസബ എന്നൊരു സിനിമ ഇറങ്ങിയ സമയത്താണെങ്കിൽ അതിൽ സ്ത്രീകളെ വളരെ മോശമായിട്ട് പരാമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു മോഹൻദാസും പാർവതിയൊക്കെ ചേർന്നുകൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ആവിയായി പോയോ? ഞാൻ നേരത്തെ ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടതായിരുന്നു. അതായത് അന്യഭാഷയിലേക്ക് പോകാൻ മാത്രം WCC ഇല്ലേ, അല്ലെങ്കിൽ വുമൺ കൗൺസിലില്ലേ, അല്ലെങ്കിൽ സ്ത്രീക്ക് വിലയില്ല, ശക്തിയില്ലേ, നിങ്ങളുടെ ഈ ഒരു ഐക്യതത്വം, നിങ്ങൾ ഈ മുന്നോട്ടേക്കുന്ന ഈ കുറേ ആദർശവാദങ്ങളൊക്കെ പൊളിയുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പക്ക ഒരു ഫക്കിങ് വീഡിയോ കണക്കത്തെ ഒരു സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് വേണം പറയേണ്ടത്. ഈ ആഷിൻ്റെ ഇൻട്രോ സീൻ്റെ ഒരു മോട്ടീവ് അങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ സ്ത്രീപക്ഷവാദങ്ങൾക്കൊന്നും ഒരു വിലയില്ലാതെ പിന്നെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു രംഗം കാണിച്ചുകൊണ്ട് മാത്രം നമുക്കൊരു വിഷയമില്ല. നിങ്ങളാണ് ഇവിടെ സ്ത്രീപക്ഷം, സ്ത്രീവാദി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിതിനെക്കാട്ടി വലിയ എന്താണ് ഇപ്പം ന്യൂഡിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മറ്റ് സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ ഒരു കാര്യം വെച്ച് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും എവിടെ ഒരേ കണക്കായിരിക്കണം. അല്ലാതെ കസബയിൽ മാത്രം അങ്ങനെ നിങ്ങളെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി പറയരുത്. പിന്നെ സിനിമയായിട്ട് കാണാൻ വേണ്ടി ഇനിയെങ്കിലും ഒരു ഔചിത്യബോധം ഗീതു മോഹൻദാസ് ഉണ്ടെന്ന കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരെയും കയറി വിമർശിക്കുമ്പോൾ നിങ്ങളുടെ പാദ്യം കൂടെ ശരിയാക്കി വന്നു കഴിഞ്ഞാൽ ഈക്വലാന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. അല്ലാതെ പുരുഷന്മാരെ ഒന്ന് ചെയ്യുമ്പോൾ അത് തെറ്റ്, സ്ത്രീപക്ഷങ്ങളും WCC പറഞ്ഞ് നിങ്ങളൊക്കെ ചെയ്യും മാത്രം അത് ശരി എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണെങ്കിൽ അതും തെറ്റ് തന്നെയാണ്. ആ ഒരു കാര്യം വെച്ച് നിങ്ങൾ എടുത്ത സിനിമയിൽ ആ ഒരു ഈ ആഷിൻ്റെ ഇൻട്രോ സീനും കാര്യങ്ങളൊക്കെ നിങ്ങളെ സ്ത്രീപക്ഷത്തെ തന്നെ ആക്ഷേപിച്ച് നടക്കാൻ നിങ്ങളെ വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം വെച്ച് ഇത് നിങ്ങൾക്കൊരു പാഠമായിരിക്കണം. നിങ്ങൾ പറഞ്ഞ എന്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചുകൊണ്ടേക്കണം. ആ ഒരു കാര്യം വെച്ചിട്ട് പറയാനായിട്ട് ടീസർ യാഷിൻ്റെ ലുക്ക് സംഭവങ്ങളൊക്കെ പൊളിയായിരുന്നു. പിന്നെ മൾട്ടി ആക്ട്രസ് സംഭവമാണ് ഈ ഒരു ടോക്സിക് സിനിമയിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് സിനിമ ഒരു വലിയ വിജയമായ മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ വേറെ. പക്ഷേ ഇവരുടെ ആദർശങ്ങളും ആദർശവാദങ്ങളൊക്കെ ഒരു സമയത്തൊന്നും ഒരു സമയത്ത് വേറൊന്നും ആവരുത് എന്നുള്ള കാര്യം മാത്രമേ പറയുള്ളൂ. സോ ആ ഒരു കാര്യം വെച്ച് ടീസർ സൂപ്പറായിരുന്നു. ഇത്രയുള്ളൂ പറയാനായിട്ട്.